Hello, this is Danya. ഇന്ന് നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, how do you use a decomposition strategy to design a menu driven calculator that supports 4 basic arithmetic operators: addition, subtraction, multiplication and division? ഇതൊരു 3 marks ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്നത്? അതായത് ഒരു മെനു ഡ്രിവൺ കാൽക്കുലേറ്റർ ആണ്. അവിടെ 4 ഓപ്പറേറ്റേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താ ഡീകമ്പോസ് ചെയ്യണം അല്ലേ, ഡീകമ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനെ ചെറിയ പാർട്സ് ആക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രോബ്ലത്തിൽ എപ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, ആ പ്രോബ്ലത്തിൽ എടുക്കുന്ന ഇൻപുട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഹാൻഡ്ലിംഗ് ആണ്. സോ നമുക്ക് ഒരു മെനു ഡിസ്പ്ലേ വേണം ആദ്യം തന്നെ, ഏത് ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പം അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, അങ്ങനെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം ടു ഡിസ്പ്ലേ മെനു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓപ്പറേഷൻസ്, ഏത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം അതിന് വേണ്ട ഓപ്പറൻസും വേണം. അതൊക്കെയാണ് നമ്മുടെ ഇൻപുട്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇൻപുട്ട് ഹാൻഡ്ലിംഗ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മോഡ്യൂൾസ് ആണ്. അപ്പം ഓരോ ഓപ്പറേഷനും ചെയ്യണം അല്ലേ. അപ്പം ഏത് ഓപ്പറേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുന്ന ഓപ്പറേഷനോട് വർക്ക് ചെയ്യണം. സോ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അഡീഷൻ ഒരു ഫംഗ്ഷൻ, സബ്ട്രാക്ഷൻ ഒരു ഫംഗ്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഫംഗ്ഷൻ, അതുപോലെ ഡിവിഷൻ ഒരു ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഏത് മെനു നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്യുന്ന മെനുവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് റിട്ടേൺ ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മോഡ്യൂൾ. ഇപ്പോൾ ഡീകമ്പോസിഷന്റെ സെക്കൻഡ് പാർട്ടാണ് ഓപ്പറേഷൻ മോഡ്യൂൾസ്. ഓപ്പറേഷൻ മോഡ്യൂൾസിൽ 4 ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ അവിടെ 4 ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഏത് ഓപ്പറേഷൻ ചെയ്യുന്നു അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദെൻ കൺട്രോൾ ഫ്ലോ തേർഡ് സ്റ്റെപ്പ് ഇസ് കൺട്രോൾ ഫ്ലോ. അപ്പം കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത് നമുക്കിപ്പം വെറുതെ നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച കാര്യമില്ല. ഇപ്പോൾ ഒരു മെനു ഫംഗ്ഷൻ ചെയ്തു, അതുപോലെ തന്നെ ഓരോ ഓപ്പറേഷനും ഓരോ ഫംഗ്ഷൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ വെറുതെ ഫംഗ്ഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ച കാര്യമില്ല, അവരെല്ലാം തമ്മിൽ കണക്ട് ചെയ്തൊരു ഫ്ലോ ഉണ്ടാക്കണം. സോ അതിന് വേണ്ടി നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ വേണം. ആ മെയിൻ ഫംഗ്ഷൻ ആണ് ആ മൊത്തം പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓരോ ഓപ്പറേഷൻ യൂസർ സെലക്ട് ചെയ്യുമ്പോഴും ആ ഓപ്പറേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്പറേഷനെ കോൾ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ഫംഗ്ഷന്റെ ആവശ്യമുണ്ട്. ആ മെയിൻ ഫംഗ്ഷൻ ആണ് ഈ കൺട്രോൾ ഫ്ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഏത് മെനു ആണ് സെലക്ട് ചെയ്യുന്നത്, ആ മെനുവിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോബ്ലം സ്മോളർ പാർട്സ് ആക്കിയിട്ട് അതുപോലെ തന്നെ അത് വെച്ച് നമ്മൾ അതിനെ മാനേജബിൾ ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കാൽക്കുലേറ്റർ ആണ്. ആ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ അത് മെനു ഡ്രിവൺ ആണ്. മെനു ഡ്രിവൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മെനു വേണം. ആ മെനുവിൽ നിന്ന് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പം അതും 4 ഫംഗ്ഷൻ ആയിട്ട് ചെയ്യണം. നമ്മൾ ഏത് മെനു ക്ലിക്ക് ചെയ്യുന്നു ആ മെനുവിലേക്ക് പോയിട്ട് വേണം ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് തന്നെ വേണം. ഓക്കെ, അതിനുശേഷം ഒരു മെയിൻ ഫംഗ്ഷനും വേണം. നമുക്കിപ്പോൾ പ്രോബ്ലം എങ്ങനെ വരുന്നത് നോക്കാം കേട്ടോ. പ്രോഗ്രാം വരുന്നത്, അപ്പം നമുക്ക് 4 ഓപ്പറേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് അഡീഷൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഡിഫൈൻ, ആഡിൽ വരുന്ന ഓപ്പറൻസ് എന്തൊക്കെയാണ്? 2 ഓപ്പറൻസ് ആണ് വരുന്നത്. സോ എ ആൻഡ് ബി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേരിയബിൾസ് ആയിട്ട്. അപ്പം എ ആൻഡ് ബി, അഡീഷനിൽ നമ്മൾ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് a + b ആണ്. സോ റിട്ടേൺ a + b. ഓക്കെ, സിമിലർലി സബ്ട്രാക്ട് ഫംഗ്ഷൻ വരുമ്പോൾ def subtract a, b, റിട്ടേൺ a - b. then multiplication ആണെങ്കിൽ def multiply a, b, return a into b. okay, then division ആണെങ്കിൽ def a, b. a, bയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ a/b നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ a/b ചെയ്യുമ്പോൾ നമുക്ക് b 0 അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം എന്താ, ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഒരു എറർ ആയിരിക്കും അല്ലേ. സോ നമുക്ക് അവിടെ b ≠ 0 ആണെങ്കിൽ മാത്രം അവിടുത്തെ കേസ് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. b ≠ 0 അല്ല എങ്കിൽ, ഓക്കെ, ബിയുടെ വാല്യൂ 0 അല്ല എങ്കിൽ a/b റിട്ടേൺ ചെയ്യാം. അതല്ല 0 ആണെങ്കിൽ, ഇൻ കേസ് 0 ആണെങ്കിൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ആൻ എറർ. ഓക്കെ, എന്ത് എറർ കാണിക്കുന്നത്? ഡിവിഷൻ ബൈ 0 will be an error. okay, so അവർ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്
if condition ആണ്, if else case ആണ്. if b not equal to 0 return a by b, else return error division by 0. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് 4 ഓപ്പറേഷന്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് മെനു. ഓക്കെ, മെനു ആണ് ഏത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം അവിടെ യൂസറിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഡിഫ് ഡിസ്പ്ലേ മെനു. ഓക്കെ, ഡിസ്പ്ലേ മെനു ഫംഗ്ഷൻ ആണ്. അപ്പം അതിനൊരു ഹെഡിങ് വേണം, മെനു എന്ന് ഒരു ഹെഡിങ് വെച്ചു. ദെൻ 4 ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം അല്ലേ. അപ്പം ഇതിൽ ഏതുമല്ല, നമുക്ക് അതിനുശേഷം ആ കാൽക്കുലേറ്ററിൽ നിന്ന് എക്സിറ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് 5ാമതൊരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് എക്സിറ്റ്. അപ്പം അതും പ്രിന്റ് ചെയ്ത് കിട്ടി. അതിനുശേഷം നമുക്ക് ആ ഒരു ഇൻപുട്ട് എടുക്കണം അല്ലെ, ഇൻപുട്ട് എടുക്കണം. അപ്പൊ ഇൻപുട്ട് എടുക്കുന്നത് നമ്മൾ 1 2 3 4 5 എന്ന നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്റിജർ വാല്യൂ ആണ് എടുക്കുന്നത്. സോ നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത്, ചോയ്സ് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ വേർഡിന് നമ്മൾ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ചോയ്സ് ഇന്റിജർ വാല്യൂ ആണ് 0, ബിക്കോസ് 1 2 3 4 5 ആണ് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ എന്നല്ല, ഏത് നമ്പർ ആണോ സെലക്ട് ചെയ്യുന്ന നമ്പറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് എൻ്റർ യുവർ ചോയ്സ്. അപ്പോൾ ചോയ്സ് കൊടുക്കുമ്പോൾ 1 to 5 ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. സോ അതിനുശേഷം നമ്മൾ റിട്ടേൺ ചോയ്സ്. ഇനി ഇത്രയും ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാണ്. ഓക്കെ, ഡിഫ് കാൽക്കുലേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ, നമുക്കൊരു കണ്ടീഷൻ വേണം എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വരെയാണെന്നുള്ളത് നമുക്ക് പറയാം. അതായത് നമ്മുടെ ചോയ്സ് ഈക്വൽ ടു ഡിസ്പ്ലേ മെനു അല്ലേ. ആ ഡിസ്പ്ലേ മെനു എന്ന് കൊടുത്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ചോയ്സ് ഈക്വൽ ടു ഡിസ്പ്ലേ മെനു കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെനു നമുക്ക് ഡിസ്പ്ലേ ആവും. അതിൽ നിന്ന് നമുക്ക് ഏത് ചോയ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം തന്നെ 5 കൊടുത്തിട്ടുണ്ട്. ഇഫ് ചോയ്സ് ചോയ്സ് ഈക്വൽ ടു 5, ചോയ്സ് 5 ആണെങ്കിൽ കാൽക്കുലേറ്ററിൽ നിന്ന് എക്സിറ്റ് ആവാണ്. ഓക്കെ, സോ എക്സിറ്റിംഗ് ദി കാൽക്കുലേറ്റർ ആൻഡ് ഗുഡ് ബൈ. ദെൻ ഒരു ബ്രേക്ക് കൊടുത്തു. ഓക്കെ, വേറെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് ഇപ്പോൾ എക്സിറ്റ് ആണ് 5 ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് വേറെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവിടെ നിന്ന് അതൊരു ബ്രേക്ക് എടുക്കാം. അല്ല, ഇനി അടുത്ത കണ്ടീഷൻ 5 അല്ല എങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് നെസ്റ്റഡ് ഇഫ് ആണ്. അതായത് if കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടീഷൻസ് 4, മൊത്തം ടോട്ടൽ 5 കണ്ടീഷൻസ് ആണ് വരുന്നത്. ചോയ്സ് 1 ആണെങ്കിൽ, 2 ആണെങ്കിൽ, 3 ആണെങ്കിൽ, 4 ആണെങ്കിൽ, 5 ആണെങ്കിൽ. ഓക്കെ, സോ അത്രയും കണ്ടീഷൻസ് വരുമ്പോഴെല്ലാം നമ്മൾ if യൂസ് ചെയ്യണം. ഓക്കെ, ഒരു കണ്ടീഷൻ ഇല്ലാത്ത കേസിൽ മാത്രമാണ് നമ്മൾ else യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നമ്മൾ if കണ്ടീഷൻ യൂസ് ചെയ്യണം. ഓക്കെ, if ചോയ്സ് in 1 2 3 4. ഇനി നമുക്ക് 1 2 3 5ന്റെ കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി 1 2 3 4 ഏതെങ്കിലും ആണെങ്കിൽ, ഓക്കെ, നം ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, നമുക്ക് 2 നമ്പർ വേണം അല്ലേ. നമ്മൾ എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്, 2 വേരിയബിൾസ് നമ്മുടെ പാരാമീറ്റേഴ്സ് ആയിട്ട്. ആ പാരാമീറ്റേഴ്സിന് നമുക്ക് 2 നമ്പർ വേണം. ആ നമ്പർ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഇപ്പം ഇൻറ്റിജർ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഡെസിമൽസും വരാം. സോ അത് കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. ഓക്കെ, so num1 equal to float input enter the first number, num2 equal to float input enter the second number. Okay, ഇനി നമ്മളുടെ ചോയ്സിൽ if choice equals 1 print result, നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യണം. ആ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? add of num1, num2. add എന്ന് പറയുമ്പം ഇവിടെ add a, b. add a, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റിട്ടേൺ ചെയ്യുക? a plus b അല്ലേ. അപ്പൊ num1 plus num2. അടുത്തത് if choice equals 2 ആണെങ്കിൽ subtract num1, num2. അപ്പം ഇവിടെ subtract എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ഇത് നേരെ എങ്ങോട്ടാ പോവുക? ഈ ഒരു സബ്ട്രാക്ഷൻ ഫംഗ്ഷനിലേക്ക് പോകും. അപ്പൊ a, b നമ്മുടെ പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ a, bക്ക് പകരം നമുക്ക് ഇവിടെ num1, num2 ആണ്. സോ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് a minus b ആണ്. സോ നമുക്ക് ഇവിടെ വാല്യൂ റിട്ടേൺ ചെയ്യാം num1 minus num2. അതുപോലെ തന്നെയാണ് ചോയ്സ് 3ക്കും ചോയ്സ് 4ലെല്ലാം നമ്മൾ എന്താണോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, ഓക്കെ 1 2 3 4 5 ഇത്രയും കേസ് അല്ല എങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് ചോയ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം. ഓക്കെ, സോ പ്രിന്റ് ഇൻവാലിഡ് ചോയ്സ്, ട്രൈ അഗൈൻ പ്ലീസ്. ഓക്കെ, അവിടെ വീണ്ടും ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ കാൽക്കുലേഷൻ ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ കാൽക്കുലേറ്റർ ഫംഗ്ഷൻ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരും. ആദ്യം തന്നെ മെനു വരും. അതിനുശേഷം നമുക്ക് ചോയ്സ് കൊടുക്കാം. ആ ചോയ്സ് നമുക്ക്
ഫംഗ്ഷനിലേക്ക് പോയി ആ ഫംഗ്ഷൻ ഏത് ഓപ്പറേഷൻ ആണോ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഓപ്പറേഷന്റെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി. ഇതിൽ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആക്കി ചെയ്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, question number 2. A mad scientist wishes to make a chain out of plutonium and lead pieces. There is a problem, however. If the scientist places two pieces of plutonium next to each other, boom. The question is, in how many ways can the scientist safely construct a chain of length n? Okay, അപ്പം ഇവിടുത്തെ കഥാപാത്രം ഒരു മാഡ് സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അയാൾക്ക് ഒരു അതായത് കുറച്ച് പ്ലൂട്ടോണിയം ആൻഡ് ലെഡ് രണ്ട് മെറ്റൽസ് ആണ്. അപ്പം അത് വെച്ച് ചെയിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം ഇൻ കേസ് അയാൾ രണ്ട് പ്ലൂട്ടോണിയം അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇത് സേഫ് ആയിട്ട് ഒരു ചെയിൻ ആക്കണമെങ്കിൽ, ഇപ്പം n ലെങ്ത് ഉള്ള ഒരു ചെയിൻ ആക്കണമെങ്കിൽ ഏതൊക്കെ വേസിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇതിപ്പം നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി സീരീസ് ഒക്കെ പോലെയാണ്. ഓക്കെ, നമ്മളിപ്പം രണ്ട് നമ്പർ എടുത്തിട്ടുണ്ട്. ആ രണ്ട് നമ്പറിന്റെ സം അല്ലെങ്കിൽ നമ്മളത് അതിന്റെ റിസൾട്ട് നമ്മൾ അതിന്റെ അടുത്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അടുത്ത ആൻസർ, അതായത് അടുത്ത നമ്പർ അതിന്റെ തൊട്ട് മുൻപത്തതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. സോ സിമിലർ ഒരു ഇഫക്റ്റ് ആണ് ഇവിടെ. അതാണ് നമ്മൾ ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, നമുക്ക് റൺ ടൈമിൽ വരുന്ന സൊല്യൂഷൻ നമുക്ക് അടുത്തതിന് വേണ്ടി ആവശ്യം വരികയാണ്. ഓക്കെ, സോ ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്ലൂട്ടോണിയം ആൻഡ് ലെഡ് പീസസ് രണ്ട് മെറ്റൽസ് അവർ അറേഞ്ച് ചെയ്യണം. രണ്ട് പ്ലൂട്ടോണിയം അടുത്തടുത്ത് വരാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മളുടെ ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് n ആണ്. സോ നമുക്കത് dp ഓഫ് n, dp എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് കേട്ടോ, dp ഓഫ് n വേസിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ n ആണെങ്കിൽ n വേസിൽ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പം ഇൻ കേസ് നമ്മുടെ ലാസ്റ്റ് പീസ് L ആണെങ്കിൽ, ലാസ്റ്റ് പീസ് എന്ന് പറയുമ്പോൾ nth പീസ് എന്ന് പറയുന്നത് L ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആ n-1 വരെയുള്ളതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? n-1 വേസിൽ അറേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ ലാസ്റ്റ് പീസ് L ആണെങ്കിൽ ബാക്കിയുള്ളതിനെ n-1 ഇതിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇൻ കേസ് ലാസ്റ്റ് പീസ് P ആണെങ്കിൽ നമുക്കത് അങ്ങനെ എങ്ങനെ n-1 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്തത് മുൻപത്തത് L ആവണം എന്ന് നിർബന്ധമുണ്ട്, കാരണം P ആയ പോയില്ലേ. അപ്പോൾ n-1th വാല്യൂ എന്ന് പറയുന്നത് L തന്നെ ആയിരിക്കണം ലാസ്റ്റ് പ്ലൂട്ടോണിയം ആണെങ്കിൽ. ഓക്കെ, അതിന്റെ തൊട്ട് മുമ്പത്തത് L ആയിരിക്കണം. ഇനി ബാക്കിയുള്ള n-2 വരെ ഉള്ളത്, ബാക്കി n-2 വരെ ഉള്ളത് നമുക്ക് dp ഓഫ് n-2 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പം ടോട്ടൽ n നമ്പേഴ്സ് ആണ് ഉള്ളത്, n ചെയിൻ ആണുള്ളത്. ആ ചെയിൻ ലെങ്ത് n ആണെങ്കിൽ n നമ്പർ ഓഫ് വേസിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇൻ കേസ് ലാസ്റ്റ് ഉള്ളത് ലെഡ് ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് n-1 വരെ ആ അത്രയും വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇൻ കേസ് ലാസ്റ്റ് പ്ലൂട്ടോണിയം ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ കൂടി നമ്മൾ നോക്കണം, കാരണം ലാസ്റ്റ് പ്ലൂട്ടോണിയം ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പത് ഒരിക്കലും പ്ലൂട്ടോണിയം ആവാൻ പാടില്ല അല്ലെ, അവിടെ ലെഡേ ആവാൻ പാടുള്ളൂ. സോ ആ രണ്ടെണ്ണം വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയാ n-2 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം dp ഓഫ് n, നമ്മുടെ ഈ n എന്ന് പറയുന്ന dp ഓഫ് n എന്ന് പറയുന്നത് dp ഓഫ് n-1 പ്ലസ് dp ഓഫ് n-2. ഇവിടെ നമ്മുടെ ഫിബൊനാച്ചി സീരീസ് പോലെ തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം അതായത് എക്സാമ്പിൾ പറയാം. ഇപ്പൊ dp ഓഫ് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, dp ഓഫ് 1 ആണെങ്കിൽ അവിടെ ചെയിൻ ലെങ്ത് ഒന്നേ ഉള്ളൂ, അവിടെ ഒന്നുമില്ലെങ്കിൽ ഇത് p ആയിരിക്കും അല്ലെങ്കിൽ L ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് അല്ലേ വരുന്നുള്ളൂ. സോ dp ഓഫ് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 ആണ് വരുന്നത്. ഇനി ഇപ്പൊ dp ഓഫ് 2 ആണെങ്കിൽ dp ഓഫ് 2 എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ലാസ്റ്റ് ലെഡ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം, നമുക്ക് L വരാം, LP വരാം, PL വരാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് P ആണെങ്കിൽ നമ്മൾ ആ P വിട്ടിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പാടുള്ളൂ, ലാസ്റ്റ് PP വരാൻ പാടില്ല. സോ അവിടെ dp ഓഫ് 2 ആണെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് വരാം, ഒന്ന് LP, ഒന്ന് PL അല്ലെങ്കിൽ LL വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ dp ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Write a case statement that will examine the value of flag and print one of the following messages based on its value. Okay, അപ്പം ഇവിടെ നമുക്കൊരു ഫ്ലാഗ് വാല്യൂ തന്നിട്ടുണ്ട്, മെസ്സേജ് തന്നിട്ടുണ്ട്. നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലാഗ് വാല്യൂ ഏതാണോ ഫ്ലാഗ് വാല്യൂ അതിനനുസരിച്ച് അതിന്റെ മെസ്സേജ് പ്രിന്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്ററിന്റെ കേസ് ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇതിപ്പം കേസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്കൊരു ഫ്ലാഗ് വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ ഫ്ലാഗിനും ഓരോ മെസ്സേജ് ആണ് കൊടുക്കുന്നത്, ഓരോ വാല്യൂവിനും ഓരോ മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, ഇവാലുവേറ്റ് ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലാഗിന് ഏത് വാല്യൂ സെലക്ട് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് മെസ്സേജ് കൊടുക്കേണ്ടത് അല്ലേ. സോ അവിടെ പാരാമീറ്റർ ആയിട്ട് പോകുന്നത് ഫ്ലാഗ് തന്നെയാണ്. ഓക്കെ, ഡിഫൈൻ ഇവാലുവേറ്റ് ഫ്ലാഗ് ഓഫ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ മാച്ച് ഫ്ലാഗ്, നമുക്ക് ഫ്ലാഗ് മാച്ച് ചെയ്യണം. ഇനി അപ്പോൾ അതിൽ കേസ് 1, ആദ്യത്തെ കേസ് 1 ഫ്ലാഗ് വാല്യൂ 1 ആണെങ്കിൽ പ്രിന്റ് ഹോട്ട്. ദെൻ കേസ് 2 പ്രിന്റ് ലൂക്ക് വാം. ഓക്കെ, കേസ് 3 ആണെങ്കിൽ പ്രിന്റ് കോൾഡ്. പിന്നെ കേസ് 4 ഇല്ല നമുക്ക്, അപ്പം എനി അതോ വാല്യൂ ആണ്. അപ്പം നമുക്കൊരു 4th കേസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒരു അണ്ടർസ്കോർ, അവിടെ ഒരു ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊരു ഡിഫോൾട്ട് കേസാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ 1 2 3 അല്ലാത്ത വേറെ ഏത് വാല്യൂ വന്നാലും ഡിഫോൾട്ടായിട്ട് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കേസ് യൂസ് ചെയ്യുമ്പോൾ കേസ് നമുക്ക് പ്രോഗ്രാമിംഗിൽ സ്വിച്ച് കേസ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേസ് 1ന് നമ്മൾ ഓരോ ഫ്ലാഗ് വാല്യൂ അല്ലെങ്കിൽ കേസിൽ നമ്മൾ ഏത് നമ്പർ ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആൻസർ റിസൾട്ട് ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കേസ് 1 ആണെങ്കിൽ പ്രിന്റ് ഹോട്ട്, കേസ് 2 പ്രിന്റ് ലൂക്ക് വാം, കേസ് 3 പ്രിന്റ് കോൾഡ് ആൻഡ് കേസ് അണ്ടർസ്കോർ പ്രിന്റ് ഔട്ട് ഓഫ് റേഞ്ച്. ഈ അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കേസിൽ കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ച് അതിന് മാച്ചിങ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും അത് പ്രിന്റ് കൊടുക്കുന്നത്. അപ്പോൾ കേസ് 1 2 3 കൊടുക്കുന്നത് വഴി ഇറ്റ് മാച്ചസ് ദ സ്പെസിഫിക് വാല്യൂസ് ഓഫ് ദ ഫ്ലാഗ് വേരിയബിൾ. ഓക്കെ, അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അത് നമ്മൾ ഇവാലുവേറ്റ് ഫ്ലാഗ് ആണല്ലോ നമ്മളുടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ ഫ്ലാഗ് പാരാമീറ്റർ ആയിട്ടുള്ള ഫ്ലാഗ് അല്ലെ, പാരാമീറ്റർ ഫ്ലാഗാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കുക, ഈ നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. ഇവാലുവേറ്റ് ഫ്ലാഗ് ഓഫ് 1 ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ പ്രിന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഹോട്ട് ആയിരിക്കും. ദെൻ ഇവാലുവേറ്റ് ഫ്ലാഗ് ഓഫ് 2 ആണെങ്കിൽ ലൂക്ക് വാം ആയിരിക്കും, 3 ആണെങ്കിൽ കോൾഡ് ആയിരിക്കും, ദെൻ 5 4 5 6 7 8 ഏത് നമ്പർ ആണെങ്കിലും it will print out of range. Okay, ഇതാണ് കേസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത question, draw a flow chart to print the numbers that are divisible by 4 but not by 3 in a list of positive integers. അപ്പോൾ n പോസിറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട്, say 1 to 10. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു n നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോ നമ്പർ എടുക്കുകയാണെങ്കിലും 4 കൊണ്ട് ഡിവിസിബിൾ ആവണം, പക്ഷെ 3 കൊണ്ട് ആവാനും പാടില്ല. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ആദ്യം തന്നെ നമുക്ക് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ബിഗിൻ ദ പ്രോഗ്രാം ആണ് അല്ലേ. അതിനുശേഷം നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ഡേറ്റ എന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, എത്ര നമ്പർ ആണ് എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇൻപുട്ട് ദ ലിസ്റ്റ് ഓഫ് n പോസിറ്റീവ് ഇൻഡിജേഴ്സ്, എത്ര ഇൻഡിജേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യണം. അവിടെ നമുക്ക് ഐട്രേഷൻസ് വരും. ഓക്കെ, ഓരോ ഐട്രേഷനകത്തും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓരോ കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ഡിവിസിബിൾ ബൈ 4 ആവണം. സോ ഓരോ ഐട്രേഷനിലും നമുക്കിപ്പോൾ n-ന്റെ വാല്യൂ n 10 ആണെങ്കിൽ അപ്പോൾ ആദ്യത്തെ വാല്യൂ i എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എടുക്കും. ഓക്കെ, i ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഡിവിസിബിൾ ബൈ 4 ആണോ, 1 ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ യെസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്, ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ലെ. ഡിവിസിബിൾ ബൈ 4 ആയിട്ടുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെയല്ല 4 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അടുത്ത നമ്പറിലേക്ക് പോകും. ഓക്കെ, അപ്പം അതായത് 1 ആണ് ആദ്യത്തെ നമ്പർ. 1 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ല. അപ്പൊ അവിടെ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് ഒന്നും ചെയ്യാനില്ല. സോ ഇറ്റ് വിൽ ഗോസ് ടു ദി നെക്സ്റ്റ് നമ്പർ. ഓക്കെ, അപ്പൊ നോ ആവുന്ന കണ്ടീഷൻ
check if the number is divisible by 4. If no, move to the next number. If yes, അപ്പോൾ ഇവിടെ 1 2 3 ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴും നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണ് വരുന്നത് അല്ലേ. ഇനി 4 എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, 4 അടുത്ത ആദ്യത്തെ നമ്പർ 4 ആണ് ഡിവിസിബിൾ ആവുന്നത്. സോ 4 is divisible by 4 അല്ലേ. അപ്പോൾ യെസ് ആണ് വരുന്നത്. യെസ് ആണെങ്കിൽ we will go to the next condition. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ചെക്ക് 2. അപ്പോൾ if number is not divisible by, കണ്ടീഷൻ നമ്മൾ എപ്പോഴും ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് if number is not divisible by 3. അപ്പൊ 4 എന്ന് പറയുന്നത് divisible by 4 തന്നെയാണ്, പക്ഷേ not divisible by 3 ആവണം അല്ലേ. 3 കൊണ്ട് divisible ആയ അവിടെ തെറ്റാണ്. അടുത്ത നമ്പറിലേക്ക് പോവാം. divisible by 3 ആവാൻ പാടില്ല. അപ്പോൾ 4 divisible by 3 ആണോ? നോ അല്ലേ. അപ്പോൾ നമ്മുടെ ആ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ദ നമ്പർ. if yes, print the number അല്ലേ. ഇനി അല്ല 4 divisible by 3 ആവുകയാണെങ്കിൽ it will goes to the next number. അങ്ങനെ ഓരോ നമ്പറിലും അത് ചെക്ക് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു നമ്പർ divisible by 4 ആണോ, മറ്റൊരു നമ്പർ divisible by 3 ആണോ. 4 കൊണ്ട് divisible ആണെങ്കിൽ മാത്രം നമ്മൾ ആ 3 ചെക്ക് ചെയ്താൽ മതി. അല്ലാത്ത കേസ് ആണെങ്കിൽ അടുത്ത നമ്പറിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മളുടെ ലിസ്റ്റ് n നമ്പേഴ്സ് ആണ്. ആ n നമ്പേഴ്സും കഴിയുന്നത് വരെ ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് പോകണം. സോ കണ്ടിന്യൂ until all the numbers in the list are checked. അവസാനം സ്റ്റാർട്ട് കഴിഞ്ഞു, ലാസ്റ്റ് എൻഡിങ് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ഫ്ലോ ചാർട്ട് ആയിട്ട് വരയ്ക്കാം. അതിൽ നമുക്ക് ഞാൻ ഫ്ലോ ചാർട്ട് അല്ല വരച്ചിരിക്കുന്നത്, നമുക്ക് അതിൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലോ ചാർട്ട് അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ, identify and rectify the problem with the following recursive definition to find the greatest common divisor of two positive integers. ഓക്കെ, അപ്പോൾ ഇതിലൊരു കുറച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ GCD കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള തെറ്റുകൾ അത് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ABC ഓഫ് n, m. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ആണ് ഈ ABC. അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് ആണ് n and m. n and m എന്ന് പറയുന്നത് ഇവിടെ രണ്ട് നമ്പേഴ്സ് ആണ്, രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി if n equals 2 റിട്ടേൺ m. ഓക്കെ, ഇനി n ന്റെ വാല്യൂ 2 ആണെങ്കിൽ m റിട്ടേൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, എൽസ് ഇനി അല്ലാത്ത കേസ് n 2 അല്ലാത്ത കേസ് ആണെങ്കിൽ റിട്ടേൺ ABC m, n mod m. ഓക്കെ, റിട്ടേൺ ABC ഓഫ് m, അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ രണ്ട് നമ്പർ എടുത്തിട്ടുണ്ട്, ഒന്ന് 2 and 6 ആണെന്ന് വിചാരിക്കുക കേട്ടോ. 2 and 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ആണെങ്കിൽ ആദ്യത്തെ n, ഇതാണ് n കേട്ടോ, ഇത് m. ഇനി n ന്റെ വാല്യൂ 2 ആണെങ്കിൽ m ആയിരിക്കും GCD എന്നാണ് പറയുന്നത്. ഓക്കെ, n ന്റെ വാല്യൂ 2 ആണെങ്കിൽ m ആയിരിക്കും GCD 6. ഇനി അല്ല എൽസ് കേസ് ആണെങ്കിൽ റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? m എന്ന് പറയുന്നത് 6 n mod m. n mod m എന്ന് പറയുമ്പോൾ 2 mod 6. അപ്പൊ 6നെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 6 എന്താ റിമൈൻഡർ വരിക? 2 അല്ലേ വരിക, 2 mod 6 ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് തെറ്റ്? ഈ തെറ്റ് ഐഡന്റിഫൈ ചെയ്യണം, അത് നമുക്കത് റെക്ടിഫൈ ചെയ്യണം. ആദ്യത്തെ തന്നെ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? n ന്റെ വാല്യൂ 2. n ന്റെ വാല്യൂ 2 ആയിട്ടുണ്ടെങ്കിൽ m ആണോ റിട്ടേൺ ചെയ്യുക? ആദ്യം തന്നെ നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ബേസ് കണ്ടീഷൻ തന്നെ തെറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോൾ, ഒരു ബേസ് കണ്ടീഷൻ എടുക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റ് എക്സിറ്റ് ചെയ്ത് പോകാവുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ ഇവിടെ n ന്റെ വാല്യൂ 2 ആണെങ്കിൽ m റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെ ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ n ഓ m ഓ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, 0 ആണെങ്കിൽ ഒരു നമ്പറും ആ ഒരു 0യും കൂടിയിട്ട് GCD നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ GCD, അതായിരിക്കും ബേസ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ n and m, n 2 ആണ്, m 0 ആണ്. ഓക്കെ, അല്ലെങ്കിൽ n 0 ആണ്, m 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആണെങ്കിലും 0 ആൻഡ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ എന്താ GCD വരുന്നത്. അതാണ് ഒന്നാമത്തെ
കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു മോഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മോഡ് എന്ന് പറയുന്നത് പൈത്തണിൽ മോഡിലോ ഓപ്പറേറ്റർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോഡ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു GCD ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിഫ് GCD n, m. അപ്പോൾ n 0 ആണെങ്കിൽ റിട്ടേൺ m. ഓക്കെ, അപ്പൊ n വാല്യൂ 0 ആണെങ്കിൽ റിട്ടേൺ m. ഓക്കെ, n അല്ലെങ്കിൽ m ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ 2 ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ n 0 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് n = 0 then return m. കാരണം GCD of a number and 0 is the number itself. Okay, അപ്പോൾ ഇനി if condition കൊടുത്തു. ഇനി else conditionലാണെങ്കിൽ എങ്ങനെയാണ് വരിക? m mod n. ഓക്കെ, ഇപ്പൊ 0 അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ 2 ഇവിടെ 6 ആണെന്ന് വിചാരിക്കുക. m mod n 6 divided by 2. 6 divided by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 അല്ലേ? 3. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. അപ്പൊ അതിന്റെ മോഡ്യൂൾ ഓപ്പറേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. മോഡ്യൂൾ എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആണ് വരുന്നത്. അപ്പൊ റിമൈൻഡർ 0 ആണ്. ഓക്കെ, 0, n എന്താണ്? n 2 ആണ് അല്ലെ? 0, 2. 0, 2. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എന്താ കിട്ടിയത്? 0ഉം 2ഉം. ഈ 0ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ GCD എന്തായിരിക്കും? ഒരു നമ്പറിന്റെ 0, 2 ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും. ഒരു 0ഉം ഒരു നമ്പറും വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ GCD അല്ലെ? സോ അവിടെ GCD of 0, 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 വരും. ഓക്കെ, ദെൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു 2 മാറ്റിയിട്ട് ഇപ്പം ഓക്കെ 8 and 6 എടുക്കുവാണെങ്കിൽ, 8 and 6 എടുക്കുവാണെങ്കിൽ n 0 ആണോ? അല്ല. then else case എടുക്കണം. m mod n. m mod n എന്ന് പറയുമ്പം 6 mod 8. 6 mod 8 എന്ന് പറയുമ്പം എന്താണ് റിമൈൻഡർ വരിക? 6 ആണ് അല്ലേ? 6 ആണ് റിമൈൻഡർ വരിക. അപ്പൊ ഇവിടെ ഈ വാല്യൂ 6 ആവും. n വാല്യൂ എന്താണ്? 6. n വാല്യൂ 6 ആണ്. then GCD of 6, 6 ആണ്. അതായിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, GCD of 6, 6 എന്താണ്? 6 തന്നെയാണ് അല്ലേ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുമ്പോൾ അതിന്റെ കോമൺ ഡിവൈസർ 3ഉം 2ഉം, 3 into 2 6 തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മുടെ GCDയിൽ വന്നിട്ടുള്ള എറേഴ്സ്. അപ്പോൾ ഇവിടെ മോഡുലർ ഓപ്പറേഷനും അതുപോലെ തന്നെ നമുക്ക് ബേസ് കണ്ടീഷൻ ശരിയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ യൂസേജ് പ്രിന്റ് GCD of 48,18 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 48,18 എന്ന് പറയുമ്പം n വാല്യൂ 0 അല്ല. അപ്പോൾ എൽസ് കണ്ടീഷനിൽ m mod n എന്ന് പറയുമ്പം ഇതാണ് m, ഇതാണ് n അല്ലേ? m mod n 18 mod 48 ചെയ്യും. അപ്പൊ അതിന്റെ റിമൈൻഡർ എന്താണോ വരിക അതാണ് ഇവിടെ എടുക്കുക. ദെൻ അതിനുശേഷം ഈ ഭാഗം അങ്ങനെ തന്നെ n. ഓക്കെ, ഇവിടെ ഈ 48 ഇവിടെ വരും. ഇതിന്റെ GCD എന്ന് പറയുന്നത് ഔട്ട്പുട്ട് നമുക്ക് 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you on the next video. Bye.